നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കണ്ണാണ്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. കണ്ണിലെ ഘടകങ്ങൾ. ദൃഢപടലം. കണ്ണിനു ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം. കണ്ണിനു ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി അറിയപ്പെടുന്നത് ദൃഢപടലം എന്നാണ്. യോജക കലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ദൃഢപടലത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. കോർണിയ, കൺജങ്ക്റ്റൈവ എന്നിവയാണ് ദൃഢപടലത്തിലെ രണ്ടു ഭാഗങ്ങൾ. കോർണിയ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തെ സുതാര്യവും മുന്നോട്ട് തള്ളി നിൽക്കുന്നതുമായ ഭാഗമാണ് കോർണിയ. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തെ സുതാര്യമായ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം കോർണിയയാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയയാണ്. കൺജങ്ക്റ്റൈവ ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. രക്തപടലം. കണ്ണിൽ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കണ്ണിന്റെ മധ്യപാളിയാണ് രക്തപടലം എന്നറിയപ്പെടുന്നത്. രക്തപടലത്തെയും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഐറിസ്, പ്യൂപ്പിൾ എന്നിവയാണ് ഈ രണ്ട് ഭാഗങ്ങൾ. എന്താണ് ഐറിസ്? കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്. കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നു. പ്യൂപ്പിൾ. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം അറിയപ്പെടുന്നത് പ്യൂപ്പിൾ എന്നാണ്. പ്രകാശ തീവ്രത അനുസരിച്ച് ഇതിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലത്തിൽ പീതബിന്ദു, യെല്ലോ സ്പോട്ട്, അന്ധബിന്ദു, ബ്ലൈൻഡ് സ്പോട്ട് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. എന്താണ് പീതബിന്ദു? റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് പീതബിന്ദുവിലാണ്. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് പീതബിന്ദുവിലാണ്. എന്താണ് അന്ധബിന്ദു? റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം അന്ധബിന്ദു എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്ധബിന്ദുവിൽ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ അവിടെ കാഴ്ചയില്ല. അന്ധബിന്ദുവിൽ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല. അടുത്തത് ലെൻസ്. സുതാര്യവും ഇലാസ്തികത ഉള്ളതുമായ കോൺവെക്സ് ലെൻസാണ് കണ്ണിലെ ലെൻസ്. കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ലെൻസാണ്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിച്ചിരിക്കുന്നു. നേത്രനാഡി പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് നേത്രനാഡി. സീലിയറി പേശികൾ. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നത്. 60 ലക്ഷം കോൺ കോശം. ഓരോ കണ്ണിലും ദൃഷ്ടിപടലത്തിൽ റെറ്റിനയിൽ 60 ലക്ഷത്തോളം കോൺ കോശങ്ങളുണ്ടെന്നാണ് കണക്ക്. കൂടിയ പ്രകാശത്തിൽ ഉള്ള കാഴ്ചകൾക്കും നിറങ്ങൾ നൽകുന്നതിനും സഹായിക്കുന്ന ഫോട്ടോറിസെപ്റ്റർ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. മികച്ച വിശദാംശങ്ങളും ചിത്രങ്ങളിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളും മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുന്നതും കോൺ കോശങ്ങളാണ്. ഉത്തേജകങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കുന്നതും കോൺ കോശങ്ങളാണ്. 1.20 കോടി റോഡ് കോശം. കണ്ണിൽ 1,20,00,000 റോഡ് കോശങ്ങളുണ്ട്. വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി തിരിച്ചറിയാനുള്ള കഴിവാണ് റോഡ് കോശങ്ങൾക്കുള്ളത്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച കാണാനാണ് റോഡ് കോശങ്ങൾ സഹായിക്കുന്നത്. റോഡ് കോശങ്ങളിലെ റോഡോപ്സിൻ എന്ന വർണ്ണവസ്തുവാണ് മങ്ങിയ വെളിച്ചത്തിലും അവയ്ക്ക് ഗ്രഹണശേഷി നൽകുന്നത്. റോഡ് കോശങ്ങളിലെ റോഡോപ്സിൻ എന്ന വർണ്ണവസ്തുവാണ് മങ്ങിയ വെളിച്ചത്തിലുള്ള കാഴ്ചശക്തി സാധ്യമാക്കുന്നത്. ജീവകം എയിൽ നിന്നാണ് റോഡോപ്സിൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജീവകം എയുടെ കുറവ് ജീവികളിൽ നിശാന്തതയ്ക്ക് കാരണമാകാം. നിശാന്തതയ്ക്ക് കാരണമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. കണ്ണിലെ ദ്രവങ്ങൾ. അക്വസ് ദ്രവം.
കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്. അക്വസ് ദ്രവം രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്കു തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. വിട്രിയസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ കാണപ്പെടുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. സമജ്ഞനക്ഷമത. വസ്തുക്കളുടെ സ്ഥാനം എവിടെ ആയിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവാണ് കണ്ണിൻ്റെ സമജ്ഞനക്ഷമത എന്നറിയപ്പെടുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെ പറയുന്നതാണ് സമജ്ഞനക്ഷമത. കണ്ണുനീരിൻ്റെ രഹസ്യം. കണ്ണിനു മുകളിൽ നെറ്റിയെല്ലിനു താഴെയാണ് കണ്ണുനീർ ഗ്രന്ഥിയുടെ സ്ഥാനം. ഓരോ ഗ്രന്ഥിയിൽ നിന്നും 1 ഡസനോളം ചാലുകൾ കണ്ണിലേക്കും കൺപോളയിലേക്കും തുറക്കുന്നു. കണ്ണിലെത്തുന്ന കണ്ണുനീർ കണ്ണിൻ്റെ ഉള്ളിലെ മൂലയിലുള്ള ചെറുദ്വാരം വഴി മൂക്കിലേക്ക് പോകുന്നു. പക്ഷേ കണ്ണുനീർ കൂടുതൽ ഉണ്ടാകുമ്പോൾ മുഴുവനും ആ ചെറുദ്വാരത്തിലൂടെ പോവില്ല. കണ്ണ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും. മൂക്കിലേക്ക് പോകുന്ന കണ്ണുനീരിൻ്റെ അളവ് കൂടും. കരയുമ്പോൾ മൂക്ക് കൂടെ കൂടെ ചീറ്റേണ്ടി വരുന്നതിൻ്റെ കാരണം ഇതാണ്. കണ്ണിൽ പൊടി വീഴുമ്പോഴോ അണുബാധ ഉണ്ടാവുമ്പോഴോ മാത്രമല്ല, സങ്കടവും സന്തോഷവും തുടങ്ങിയ വൈകാരിക മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും കണ്ണുനീർ കൂടുതലായി ഉണ്ടാകുന്നു. സങ്കടവും സന്തോഷവും വരുമ്പോൾ കണ്ണു നിറയുന്നതിൻ്റെ രഹസ്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും മറ്റവസരങ്ങളിൽ കണ്ണുകളിലുള്ള പൊടിയെയും രോഗാണുക്കളെയും ഒഴുക്കിക്കളയാനാണ് കണ്ണുനീർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വീക്ഷണ സ്ഥിരത. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കും. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കും. ഈ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എത്രയാണെന്ന് ചോദിച്ചാൽ 1/16 സെക്കൻഡാണ്. നിയർ പോയിന്റും ഫാർ പോയിന്റും. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെയാണ് നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവാണ് നിയർ പോയിന്റ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ആരോഗ്യമുള്ള മനുഷ്യരുടെ കണ്ണുകൾക്കു വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ ആണ്. ഫാർ പോയിന്റിൻ്റെ ദൂരം അനന്തതയായും കണക്കാക്കിയിരിക്കുന്നു. സ്നെല്ലൻ ചാർട്ട്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. 1862 പോളണ്ടുകാരനായ നേത്രരോഗ വിദഗ്ധൻ ഹെർമൻ സ്നെല്ലൻ ആണ് ഇത് രൂപപ്പെടുത്തിയത്. കോർണിയ. നേത്രദാനത്തിൽ മാറ്റിവെക്കപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗമാണ് കോർണിയ. നേത്രദാനത്തിൽ മാറ്റിവെക്കപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗം കോർണിയയാണ്. കേടുവന്ന കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി. ദ്വിനേത്ര ദർശനം. ഒരേ വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങൾ ഓരോ കണ്ണിലും പതിക്കുകയും ആ 2 ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി യോജിച്ച് ഒറ്റ ദൃശ്യമായി വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ദ്വിനേത്ര ദർശനം. കണ്ണിനെയും കാഴ്ചയെയും കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഓഫ്താൽമോളജി എന്നാണ്. കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത പ്രായം കൂടുന്നതിനനുസരിച്ച് നഷ്ടമാകുന്ന അവസ്ഥയാണ് തിമിരം. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ടറിക്കൽ ലെൻസ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് വർണ്ണാന്തത അഥവാ ഡാൽറ്റനിസം എന്നാണ്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹമാണ് സിങ്ക്. പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറയുന്ന രോഗമാണ് വെള്ളെഴുത്ത്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ടോണോമീറ്റർ. രോഗാണുക്കളെ നശിപ്പിക്കാൻ ശേഷിയുള്ള കണ്ണുനീരിലെ എൻസൈമാണ് ലൈസോസൈം. റെറ്റിനാൽ എന്ന പദാർത്ഥം ഉണ്ടാകുന്നത് ഏത് വൈറ്റമിനിൽ നിന്നാണ്? വൈറ്റമിൻ എയിൽ നിന്നാണ് റെറ്റിനാൽ എന്ന പദാർത്ഥം ഉണ്ടാകുന്നത്. രാത്രിയിൽ ആക്റ്റീവ് ആയ മുങ്ങ പോലുള്ള ജീവികളുടെ കണ്ണിൽ ഏത് കോശങ്ങളുടെ എണ്ണമാണ് വളരെ കൂടുതലുള്ളത്? റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ.
അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ണ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.